ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ക്രാഫ്റ്റുകൾ ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഹോം ഡെക്കോർ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടേ ഐറ്റം മതി കേട്ടോ. ഈ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസും ഇങ്ങനത്തെ ഒരു വൂളൻ ത്രെഡുമാണ് വേണ്ടത്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ കാണിക്കുന്ന വിധം ഈ ഗ്ലാസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പം ഏറ്റവും താഴെ വരെ കട്ട് ചെയ്യേണ്ട, ഈ വീഡിയോ കാണിക്കുന്ന വിധം മാത്രം കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതാ കുറച്ച് താഴേന്ന് ഇത്തിരി വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടും കുറച്ച് വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതേ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ എത്ര വിട്ടു എന്നുള്ളത് ഇതേ കണ്ടില്ലേ, ഇത്രയും നമ്മൾ കട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഗ്ലൂ ഗണ്ണ് എടുത്തിട്ട് നമുക്ക് ആ ഒരു വൂളൻ ത്രെഡ് ഇതിൻ്റെ മുകളിലൊന്ന് ചുറ്റിയെടുക്കണം. അപ്പം എത്ര വരെയാണ് നമ്മൾ കട്ട് ചെയ്യാതെ വെച്ചത് അതുവരെ ഈ വൂളൻ ത്രെഡ് ചുറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റത്തെ പരിപാടി മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. പക്ഷേ നല്ല ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് ചുറ്റി എടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ആ പോർഷൻ എത്തുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇതുവരെ ഞാൻ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലൊക്കെ കട്ട് ചെയ്തത് എല്ലാം കൂടെ ഒന്ന് വിടർത്തി എടുത്തിട്ട് നമ്മുടെ ഫ്ലോറിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലപോലെ തന്നെ പ്രസ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ കാണിക്കുന്ന വിധം വീണ്ടും ചുറ്റിയെടുക്കുക. നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഓരോ പോർഷൻ ഇടവിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊണ്ടുവരണം. അപ്പം ഇത് ഏകദേശം ഒരു ഭാഗത്തോളം ഗ്ലാസിൻ്റെ ഭാഗത്തോളം നമുക്ക് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഏകദേശം ഭാഗം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മാക്സിമം ടൈറ്റ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഇടയിലൊക്കെ ഒന്ന് ലൂസായി പോയിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പം അതിൻ്റെ ഒരു അപാകത കാണാനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഞാനൊരു ഭാഗത്തോളം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ത്രെഡ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അത് അവിടെ തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. താഴോട്ടാക്കുമ്പോൾ ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലായിക്കോളും. എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കയ്യിൽ ഏതെങ്കിലും ഒരു ലേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മുകളിലൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് കുറച്ചുകൂടെ ഭംഗിയാക്കാം. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ലേസ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു ഡ്രസ്സിൻ്റെതാണ്. അപ്പോൾ അത് നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ വളഞ്ഞു നിൽക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം എടുക്കുക. അപ്പോൾ എന്തെങ്കിലും കമ്പിയോ മറ്റോ എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് പോലെ വളച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ സെയിം ത്രെഡ് തന്നെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ത്രെഡിൻ്റെ ഗ്ലിറ്റർ ത്രെഡ് മാത്രം എടുത്തിട്ടാണ് ഒന്ന് ചുറ്റിയെടുത്തിരിക്കുന്നത്. ഇതും കൂടെ അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്താൽ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഹോം ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടി. ഒരു കുഞ്ഞനൊരു കൊട്ട എനിക്കിഷ്ടമായി. ഇതുപോലെ 2-3 ഡിഫറെൻറ്റ് കളേഴ്സിൽ ചെയ്തിട്ട് നമ്മുടെ ഷോക്കേസിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്ലവേഴ്സും കൂടെ ഇതിലിട്ട് വെച്ചാൽ നല്ല ക്യൂട്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാതെ പോകരുത്. അതുപോലെ ഈ ഒരു ചാനലിൽ ഇഷ്ടംപോലെ കുഞ്ഞു ക്രാഫ്റ്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ക്രാഫ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.